എന്താ വിളിച്ചേ? വാ ഉസ്താദ് വാ. ജാക്കിർ ഹുസൈൻ സ്റ്റൈലിലല്ലേ ഫിനിഷ് ചെയ്തത്? കൈ വഴങ്ങുന്നില്ല മോളെ. എത്ര നാൾ കൂടിയത്? ആ ക്ഷമയുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന്റെ ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ, ചെണ്ട കുട്ടിക്കാം അവളെ കൊണ്ട്. ഒരു വിസിറ്റർ ഉണ്ട്. ആരാ? കോളിയോടും ശേഖരൻ മുതലാളി. എന്താണാവോ? സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റി ചെയ്തേക്കരുത്. കിട്ടില്ല, തരാൻ മാർഗവുമില്ല. സ്ഥിതി അത്രയും. എന്തായാലും കാണാം. അയ്യോ ഇരിക്കൂ. എന്താ ശേഖരൻ മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ. പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ, ഇളയ മകൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ. വരേണ്ടത് ഞാനാ, ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്. 1 ഏക്കർ കഷ്ടിയുള്ളത്. ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16 നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി പാറക്കോടൻ രായൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്. ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാം. ഞാനിപ്പോ കുറച്ച് ടൈറ്റാണ്. ബിസിനസ് ഒക്കെ ഡല്ല, അറിയാലോ. പൊതുവേ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്. അതൊന്നുമല്ല, നന്ദിന നന്നായി പെർഫോം ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. ശരി വരട്ടെ. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. എടി, ഒന്ന് മനസ്സിലാക്കിക്കോട്ടോ. എന്റെ പേഴ്സണൽ അഫയേഴ്സിൽ ഒരാളെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കില്ല. അതെന്റെ ഭർത്താവായാലും അച്ഛനായാലും കണക്കാ. എന്താ അംബിക ഇത്? എന്താ ഉണ്ടായേ? അച്ഛൻ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കണുണ്ടോ? ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാടി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കാമെന്ന് ഒരുത്തെ ചെരുപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും. അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം 4ാം കിട നാത്തൂൻ പോര്.
മറുപക്ഷത്ത് അനക്കമൊന്നുമില്ലല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായെന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടിയായിരുന്നു. യങ് ബിസിനസ് മാഗ്നറ്റ്സിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛന്. വയ്യ ഇതിനകത്ത്. എത്ര ചെവി കൊട്ടിയടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുണ്ട്. മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും. അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല. അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തന്മാർ എന്റെ അടുത്ത് ഡേർട്ടി ജോസുമായി വരുന്നത്. ഈ നരകത്തിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കുകയല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ. വിറ്റ് മുടിച്ചതല്ലേ. പപ്പാ, പപ്പാ, എന്നാ എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് അല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ്. പപ്പ സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസായി? ഏയ് ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഓ, ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനിൽ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി 3-4 ഏലസ് കിടക്കണല്ല. കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട്